ശ്രീ പ്രശാന്ത്, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയ്ക്ക് 1 മാസം പ്രായം. നൂലുകെട്ടൊക്കെ കഴിഞ്ഞു. ഇനിയും പല തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ 1 മാസം കൊണ്ട് വി ഡിയുടെ ഒരു യുഗം ആരംഭിച്ചിരിക്കുകയാണോ? നമുക്ക് 1 മാസം കൊണ്ട് വിലയിരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ 1 മാസത്തിനകത്ത് വി ഡി വലിയ കക്ഷിയായിട്ട് നിൽക്കുകയുള്ളൂ. വി ഡി സതീശൻ ആരോട് ചോദിച്ചാൽ, സാറ് ഒരു വലിയ മാധ്യമപ്രവർത്തനമാണല്ലോ, അറിയാമല്ലോ, ചോദിച്ചാൽ കൊള്ളാം, ഇങ്ങനെ വേണം മുഖ്യമന്ത്രി, കുഴപ്പമില്ല, ഈ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി. അതെന്താ കുഴപ്പമെന്നറിയാം? കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിക്ക്, പിന്നെ 40 വാഹനങ്ങളുടെ അകമ്പടി, ഇതൊക്കെയായിരുന്നു. ഇതിപ്പോൾ തിരുവനന്തപുരത്തൂടെ മുഖ്യമന്ത്രി പോയോ ഇല്ലയോ ഒരു ശല്യമില്ല. മുഖ്യമന്ത്രി പോകുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സാധാരണ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പം ഉണ്ടാകുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് വളരെ സത്യമാണ്. മുഖ്യമന്ത്രി പിന്നെ വളരെ ചിരിച്ചുകൊണ്ടും വളരെ കൃത്യമായിട്ടും ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി. 1-2 മോദിയുടെ കൂട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് മൊത്തം അന്നേരെ മറുപടി കൊടുത്തല്ല, തീരുമാനമാക്കി. മാതൃഭൂമിക്കകത്തൊരു പയ്യൻ ഫാമിൻ്റെ കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് ഫാമിൻ്റെ ലൈസൻസ് നടക്കുമായിരുന്നു. ആധാർ വായിച്ചായിരുന്നു വാർത്ത. ഏഷ്യാനെറ്റുകാരൻ കൊടുത്തു. അവനെ എൻ്റെ വലിയ IT മേഖല ജോലി ചെയ്യുന്നവനാണ്. അവനെ വീട്ടിൽ 10 പശുവിനെ മേടിച്ച് വളർത്തി. അവന് ലൈസൻസ് കൊടുക്കത്തില്ല. എല്ലാ മാനദണ്ഡവും പാലിച്ച ലൈസൻസ് കൊടുക്കത്തില്ല. അല്ല, ഈ പെട്ടെന്ന് ആക്ഷൻ എടുത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന്, വയറ്റിൽ കത്രികയുമായി നടന്ന കോഴിക്കോട്ടുകാരി ഹസീനയ്ക്ക് ജോലി കൊടുത്തു. വലിയ സംഭവം. പിന്നെ അതുപോലെ കോഴിക്കോട് നടക്കാവിലുള്ള നിതിൻ സപ്ലൈകോയിൽ ജോലിയായിരുന്നു. അവിടെ എന്തോ സബ്സിഡി സാധനങ്ങളുടെ അവിടെ വില സ്റ്റോക്ക് കാണിക്കുമല്ലോ, സ്റ്റോക്ക് ഇല്ല എന്ന് കാണിച്ചതിൻ്റെ പേരിൽ നടപടിയെടുത്തു. സ്റ്റോക്കില്ല എന്നുള്ള സത്യമല്ലേ? സത്യമാണ്. അല്ല, സത്യമല്ലേ? അപ്പം ഞാനീ സാറി പറഞ്ഞതുപോലെ ഈ പയ്യൻ ഫാം നടത്തുക. അവൻ എല്ലാം എന്ന് വെച്ചാൽ അവൻ ഈ അതേ രീതിയിൽ വലിയ ഉയർന്ന തസ്തികയിൽ ഇരുന്നതായതുകൊണ്ട് ഹൈടെക് ഫാമാണ്. യാതൊരു രീതിയിലേക്കുള്ള കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഏത് ടെക്കായാലും അവൻ്റെ കയ്യിൽ ചെന്നില്ലെങ്കിൽ അവൻ കൊടുക്കത്തില്ലല്ലോ ലൈസൻസ്. ഇവൻ അങ്ങനെ കൊടുക്കുന്നുമില്ല പൈസ. അല്ല, ഇതിന് പിന്നെ ജോലി തിരിച്ചു കയറി മറ്റൊരു നടപടി എടുത്തിരുന്നു. കയറ്റി. അപ്പൊ ഈ പയ്യന് ലൈസൻസ് ഈ മാധ്യമത്തിനകത്ത് വന്നതിന്റെ 27 മണിക്കൂറിന് ലൈസൻസ് കിട്ടി, ഫാമിന്റെ ലൈസൻസ് കിട്ടി. അപ്പം ഇതേ രീതിയിൽ സാധാരണക്കാരൻ ഒരു മുഖ്യമന്ത്രിയെ എടുത്തും ഒരു മന്ത്രിസഭയുടെ അടുത്തും അല്ലെങ്കിൽ ജനപ്രതിനിധിയെ എടുത്തും അവന്റെ ആവലാതി പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഉടനെ നടപടിയെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരു മിനിസ്ട്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജനഭിപ്രായം വരും. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്, ഈ ആശാവർക്കർമാർക്ക് അവരുടെ ആ ഒരു വേതന. ആശാവർക്കർമാർക്ക് പറഞ്ഞ വേതനം കൊടുത്തില്ല, മനസ്സിലായില്ലേ? ആശാവർക്കർമാർക്ക് ഏതാണ്ട് 21,000 രൂപ ആക്കാന്ന് പറഞ്ഞ് 3,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ബാക്കി കൊടുക്കട്ടെ, കൊടുത്തതിനെ കൂടെ കുറ്റമൊന്നും പറയുന്നില്ല. എന്നാലും അത് പരിഗണിച്ചല്ലോ. മറ്റവരാണെന്നുണ്ടെങ്കിൽ ഇവര് മറ്റവരാ സാറേ, അതിനകത്ത് വേറെ മറ്റവരാ ഇത്രയും പൈസ ആക്കി കൊടുത്തത്, 10,000 ആക്കി കൊടുത്തവരാ. ഈ 10 കൊല്ലത്തിന് മുമ്പ് ഇത് 1000 രൂപ വേണ്ടേ ഉള്ളായിരുന്നു. അല്ല, ഈ വലിപ്പത്തിലാക്കി കൊടുത്തേ. 21,000 മാത്രമല്ല, ഇവരെ സേവകരായിട്ട് ഇത് കിടക്കുന്നത്. യാതൊരു കാരണവശാലും ജോലിക്കാരായിട്ട് പരിഗണിക്കാനോ അതിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാനോ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അങ്ങനത്തെ ഒരു നിയമമുണ്ട് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന അലവൻസ്, അപ്പം 3,000 കൊടുത്തു, അവരും സന്തുഷ്ടരാണ്. ഈ പറയുന്ന പോലെ വയറ്റിൽ കത്രികയുമായിട്ട് നടന്ന സ്ത്രീക്ക് ജോലി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായ സാമ്പത്തിക നഷ്ടം കൈകാര്യം ചെയ്ത് കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമ്മുടെ പത്രത്തിനകത്തൊരു വ്യവസായി പറഞ്ഞിരിക്കുന്നു, ഞാൻ വ്യവസായ സംരംഭത്തിന് ആവശ്യമായ ഭൂമി ചോദിച്ചിരുന്നത് കൃത്യമായിട്ട് കിട്ടി. അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ രീതിക്ക് വളരെ വ്യത്യാസം വന്നു. അതുപോലെ വേറെ വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ബസ്സിലെ സൗജന്യം. പക്ഷേ ബസ്സിലെ സൗജന്യത്തിനകത്ത് ഇന്നലെ വേറൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. മിക്കവാറും മറ്റവരെ ഏതെങ്കിലും രീതി പരിഗണിച്ചില്ലെങ്കിൽ ആ പ്രസ്ഥാനം പൂട്ടിപ്പോകുന്ന രീതിയിലേക്ക് പോകും. സ്വകാര്യ ബസ്സിന്റെ കളക്ഷൻ പകുതി താഴെ പോയത്. ഈ സൗജന്യ യാത്രയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അങ്ങനെ ചെയ്യുകയും ഉണ്ടായി. അതായത് ഈ സർക്കാർ ജീവനക്കാർക്കൊക്കെ ഈ സൗജന്യ യാത്രയിൽ അവർക്ക് ഇതിന്റെ പങ്ക് പറ്റേണ്ട കാര്യം ഇല്ല. അവരാ പക്ഷെ ആദ്യം ടിക്കറ്റ് എടുക്കാതെ കയറാൻ ആദ്യം നിൽക്കുന്ന ക്യൂവിനകത്തുള്ള അവരാ. ജോലിക്കാരന്മാർ വേണമെങ്കിൽ ആ ടിക്കറ്റ് അങ്ങ് കൊള്ളാം. സർക്കാർ ജീവനക്കാരുടെ കാര്യം നമുക്കറിയാം. ഈ കോവിഡ് സമയത്ത് പ്രശാന്തിന് അറിയാമല്ലോ, ലോക്ക്ഡൌൺ പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നവര് അവിടുന്ന് വീട്ടിൽ ഇരിക്കാമല്ലോ. കാരണം ഇത്രയും ശമ്പളം മേടിച്ചിട്ടും ഒരു ദിവസം പോലും
ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തൃപ്തിയായിട്ട് പോയിരുന്ന ഒരു ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, 95% ആ തൃപ്തി ഇല്ലാത്തവർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ തൂഫാന്റെ ഒരു വിഷയം, അത് രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ചെന്നിത്തല അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. കാരണം ചെന്നിത്തല അത് നമ്മൾ ഇതുവരെ കാണുന്നത് ചെന്നിത്തല കൃത്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടുത്തെ ചെറുപ്പക്കാരോടും ഈ നാടിനോടും കാണിക്കുന്ന ഒരു കൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത് ആ വലിപ്പത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മിനിസ്റ്റർ ഈ നാടിനോടും ഇവിടുത്തെ ഒരുപക്ഷെ വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും ഈ രക്ഷിതാക്കളുടെ മുഴുവൻ പിന്തുണ ഉണ്ടാവും. വലിയ കാര്യം. കാരണം ഇയാൾ ഫൈറ്റ് ചെയ്യുന്ന ആരോടാന്ന് അറിയണം. നമ്മൾ വിചാരിക്കുന്ന 1 കിലോ MDMA പിടിച്ചു ഒരുത്തൻ ജിതിൻ അറസ്റ്റിൽ, അല്ലെങ്കിൽ കോഴിക്കോട് ഒരുത്തൻ അറസ്റ്റിൽ തിരുവനന്തപുരം, പക്ഷെ അവനല്ലല്ലോ ഇതിന്റെ പുറകിൽ. ഇന്റർനാഷണൽ മാഫിയാണ്. ആ മാഫിയയോടാണ് കളിച്ച് അല്ലെങ്കിൽ പടവെട്ടി നിൽക്കേണ്ട ഒരവസ്ഥയുള്ളത്. നമ്മൾ പിടിക്കുന്നവർ ഇവരാ, പക്ഷെ ഇത് കൊണ്ടുവരുന്നത്, വിമാനത്തിൽ കൊണ്ടുവരുന്നതും കപ്പലിൽ കൊണ്ടുവരുന്നതും ട്രെയിനിൽ കൊണ്ടുവരുന്നതും അതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയും ലോകത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മാഫിയ സംഘമുണ്ട്. അതിനോടാ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള യുദ്ധമല്ല. അവർക്കൊരു രമേശ് ചെന്നിത്തല ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്നും ഒരുപക്ഷെ വിഷയമല്ലാത്ത കാര്യമാണ്. കാരണം ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി കൈകാര്യം ചെയ്യുന്നതാ. അറിയാം, ഇപ്പോഴും ഡി കമ്പനി നമ്മുടെ ഇന്ത്യക്കകത്ത് പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ലോകത്തുടനീളം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ ഫസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം മൊത്തം ഡ്രഗ് വിതരണം ചെയ്യുക. ഞാൻ ഡി കമ്പനി എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതേപോലുള്ള കക്ഷികളാണ് ഇതിന്റെ പിറകിൽ നിൽക്കുന്നത്. അപ്പൊ ഇത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ, വലിയ വലിപ്പത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കോടാനുകോടി രൂപ കൊടുത്ത് അവരുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുന്നതാ. ഇതിനെയെല്ലാം മറികടന്ന് വേണം ഇത് പിടിക്കാൻ. ഭാഗമാകാതെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ കയറി അവന്റെ കുഞ്ഞിനെ കൊല്ലും, ഭാര്യയെ കൊല്ലും, അവനെ തല്ലിക്കൊല്ലും, അവന് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്കൊക്കെ ഉള്ളവര്. അപ്പം ഇതൊരു വല്ലാത്തൊരു മാഫിയാണ്. അപ്പം ഞാനീ പറഞ്ഞു വന്നത് സൗജന്യം, ബസ്സിലെ സൗജന്യവും മറ്റ് പല മേഖലയിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം കൊടുക്കേണ്ടതുണ്ട്. പെൻഷൻ മുടങ്ങാതെ കൊടുത്തില്ലെങ്കിൽ സാറേ ഒരു കാര്യം VD സജഷൻ എടുത്ത് നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയാ, 1 മാസത്തിനകത്ത് ഇദ്ദേഹം ലോട്ടറി അടിച്ച് നിൽക്കുകയാണ്. ഇതിനകത്ത് സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യുന്നതും മറ്റു പലതുമല്ല. 1 മാസത്തെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ട് പോയാലും, കാരണം അത് മേടിക്കുന്ന ആൾക്കാർ 10-60 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുന്ന ഒരു 50% ആൾക്കാരുണ്ട്. അതിനകത്ത് 10-30% വേണ്ടാത്തവരും ഉണ്ട്. അത് പോട്ടെ, അത് കണ്ടുപിടിച്ച് നിങ്ങൾ മാറ്റായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മറിയക്കുട്ടിയും ചട്ടിയും കൊണ്ടേ ഇറങ്ങിയിട്ടുള്ളൂ CPM-ന്റെ കാലത്ത്. CPM വിചാരിച്ചാൽ ഈ രാജ്യം മൊത്തം, സെക്രട്ടേറിയറ്റ് മൊത്തം ചട്ടിയാവും. അറിയാം, അത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം അവർക്കുണ്ട്. മാത്രവുമല്ല അതിനകത്ത് യാതൊരു രീതിയിലും മായ്ക്കാനോ അല്ലെങ്കിൽ മായ്ച്ചു കളയാനോ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം വരും. കാരണം ഇത് പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. CPM-ന് പിന്നെ മനസ്സിലായി. ഇടയ്ക്ക് വെച്ച് 4 മാസം പെൻഡിങ് ആയപ്പോൾ ഉണ്ടായ ആക്ഷേപം മാറിയില്ല പിന്നെ കൊടുത്തപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? ആക്ഷേപം മാറിയില്ല പിന്നെ കൊടുത്തപ്പോൾ. അപ്പം അത് പെൻഷന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ ഇവർ 3000 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3000 രൂപ കൊടുക്കുക. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2000 രൂപ അതെങ്കിലും 3000 രൂപ ആക്കുന്നിടം വരെ കൃത്യമായിട്ട് വീടുകളിൽ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ 1 മാസത്തിനകത്ത് മിനിസ്ട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ചെയ്ത കാര്യം 6 മാസമെങ്കിലും സമയം കൊടുക്കണമല്ലോ. ഒരു ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം കുറ്റപ്പെടുത്തുന്നതിന് ശേഷമല്ലേ അവർക്കൊന്ന് കാര്യങ്ങൾ. ഇപ്പോൾ 19-ാം തീയതി ബഡ്ജറ്റ് വരുന്നുണ്ട്. ബഡ്ജറ്റിന് ശേഷം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം അതിനുശേഷം നമ്മൾക്ക് വിമർശിക്കാം. അപ്പം അതിനുശേഷം നമ്മൾക്ക് വിമർശിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ഇപ്പം നിൽക്കുന്ന ആവേശത്തിൽ ജനങ്ങൾക്കിടയ്ക്ക് നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലും ആൾക്കാർ അംഗീകരിക്കുന്ന രീതിയിലും ഒക്കെ ഉള്ള ഒരു മന്ത്രിസഭയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ കൊള്ളാം. ഏതായാലും ബസ്സിലെ സൗജന്യം, അതിനകത്ത് നമ്മൾ ഈ കാണിച്ചു കൊടുത്ത ഒരു കുഴപ്പം, സ്വകാര്യ മേഖല ഒന്നാമതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖല പൂർണ്ണമായിട്ടും തകർന്നാൽ വലിയ ബുദ്ധിമുട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സപ്ലൈകോയിൽ 13 ഇന സാധനങ്ങൾക്ക് സബ്സിഡിയുള്ള സാധനങ്ങൾ അത് മുടങ്ങാതെ എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിലൊക്കെ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഓണം അടുത്ത് വരികയാണ്, വലിയ ബാധ്യതയിലേക്ക് വരികയാണ്. സാധാരണ ഓണത്തിന് പെൻഷൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബോണസ്, പിന്നെ ഈ ചന്തകളെ മറ്റു കാര്യങ്ങളെ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കമ്പോളം, അവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സർക്കാരിന് ഒന്നുകൂടെ വിലയിരുത്താൻ ഓണം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അതിനകത്ത് വിലയിരുത്താൻ പറ്റും. ഇപ്പൊ തന്നെ ആരോഗ്യമന്ത്രി വലിയ മൂച്ചൊക്കെ അടിച്ച് കയറിയിട്ട് ആരോഗ്യമന്ത്രി വഷളായിക്കൊണ്ടിരിക്കുക. നിപ്പയുടെ പ്രശ്നമല്ല, പലയിടങ്ങളിലും പറയുന്നത് പോലെ ഓടിയെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്.
ആ രീതിയിലേക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും ആ സിസ്റ്റം മൊത്തം തകർന്നു കിടക്കുന്നതിന്റെ ആ സിസ്റ്റം മൊത്തം തകർന്നു കിടക്കുന്നത് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സിസ്റ്റം മൊത്തം തകർന്നെങ്കിൽ ആ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരു മിനിസ്ട്രി പോയത്. ആ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കയ്യിലോട്ട് വെച്ചിരിക്കുന്നത് മുരളീധരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണല്ലോ. എന്നിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. സാറ് പറയുക ഇഞ്ഞിതാ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഇതുവരെ കണ്ടതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് സാറ് കയറിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാമെന്ന് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം മൊത്തം കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിസ്റ്റം കംപ്ലൈന്റ് ആണെങ്കിൽ ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള യോഗ്യതയുള്ള ആളായിട്ട് മാറണം മിനിസ്റ്റർ. മനസ്സിലാവുന്നുണ്ട്? അതിനകത്ത് ജനത്തിനകത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ധർമാശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ. ഇപ്പൊ തന്നെ കഴിഞ്ഞ മിനിസ്റ്റർ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ ജോർജിന്റെ ധാർഷ്ട്യം കൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മര്യാദകൾ കൊണ്ടും മാധ്യമങ്ങളടുത്ത് ചോദിക്കുന്നതിന് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതി സംസാരിച്ചുകൊണ്ടും സാധാരണക്കാരന് ചെന്നാൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും സാധാരണക്കാരൻ ഒരു വിഷയം പറഞ്ഞ് വിളിച്ചാൽ ഫോൺ എടുക്കാത്തതുകൊണ്ടും ഒക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ ആരോഗ്യവകുപ്പാണ് ആ മന്ത്രിയാണ്. അതിന് മുമ്പ് ശൈലജ ഉണ്ടായിരുന്നില്ല. ശൈലജ ഒന്നും ചെയ്തിട്ടില്ല, പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇല്ല. ശൈലജൻ ഇപ്പൊ വന്നപ്പോൾ അവരെ കോട്ട് വിട്ടുകൊണ്ട് അവിടെ ഇറങ്ങി നിന്നു. സാധാരണക്കാരൻ വന്നപ്പോൾ അവിടുന്ന് വർത്താനം പറഞ്ഞു. ആൾക്കാരുടെ അടുത്ത് പ്രശ്നമുണ്ടെന്നും പരാതി ഉള്ളപ്പോൾ പരാതി കേട്ടു, നമുക്ക് പരിഹരിക്കാമെന്ന് തോളെ തട്ടി പറഞ്ഞു. പരിഹരിച്ചില്ലേലും കുഴപ്പമില്ല. സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു. അവരെ ഇപ്പോഴും ഇഷ്ടമാണ്. അവര് ജനത്തിന്. അപ്പം മുരളീധരൻ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുരളീധരന് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഈ നമ്മളെ ABC ഒന്ന് ടോക്ക് എടുത്ത് മുരളീധരന് പുനർജന്മം എന്നൊക്കെ പറഞ്ഞു. മുരളീധരന്റെ പുനർജന്മം തന്നെ. അപ്പം ഈ ഒരു മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ അതിന് മുമ്പ് മിനിസ്റ്ററായിട്ടുള്ള 6 മാസം കഴിയുമ്പോൾ തോറ്റുപോയി. ആദ്യത്തെ ഒരു മിനിസ്റ്ററാണ്. പേരെടുക്കാൻ പറ്റുകയും ഏറ്റവും വലിയ വലിപ്പത്തിൽ പേര് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയും നാളെ കാലത്ത് ഇപ്പം മുഖ്യമന്ത്രിമാരുടെ പേര് വന്നപ്പം ലിസ്റ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പം മുരളീധരൻ്റെ കൂടെ പേര് മുഖ്യമന്ത്രിയുടെ വരും. അതല്ല, ഇത് നേരെ തിരിച്ചും വരും. മുരളിയുടെ ആയിരിക്കുന്ന വകുപ്പിന്റെ പ്രത്യേകത ഏതാ സാറേ? 10 പേരെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരുത്തന്റെ ഇഞ്ചക്ഷൻ പാളിയായാൽ തീർന്നു. കാരണം 9 പേരുടെ സക്സസ് അവിടെ ഇല്ല. ഈ ഒരുത്തൻ അതിനും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരുത്തനായിരിക്കും ആ വീടിന്റെ നാഥൻ. അവന്റെ പാളിയാൽ അവന്റെ വീട് പോയി. മാധ്യമങ്ങൾ പറഞ്ഞെടുത്ത്. അപ്പൊ 10ഉം സക്സസ് ആവണം. ആ രീതിയിലെ കാര്യങ്ങൾ ഉരുത്തിരിയണം, ആ രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പം ഈ ഞാൻ പറഞ്ഞ എല്ലാം ശരിയാക്കിയാലും ആരോഗ്യ വകുപ്പും സാറി പറഞ്ഞ പോലെ സിവിൽ സപ്ലൈസ് വകുപ്പും ഒക്കെ എവിടെങ്കിലും പാളിയാണ്. ഇപ്പൊ നെല്ല് മഴയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. മനസ്സിലായി? ആ രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അതായത് വലിയ ഒരു കാര്യമാണ്. ആരോഗ്യവകുപ്പ് കാര്യമായിട്ട് നിന്നാൽ മന്ത്രിസഭയ്ക്കും ആരോഗ്യക്കുറവ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ആരോഗ്യക്കുറവ് ഉണ്ടാകും. ആ രീതിയിലാണ് സാധാരണക്കാരൻ കയറി ഇറങ്ങുന്ന ഇടത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആക്ഷേപമാകും. കാരണം നമ്മൾ കണ്ട് കശുവണ്ടി തൊഴിലാളികളുടെ കയ്യിൽ ഒരു കാര്യം കിട്ടിയാൽ അത് ഈ നമ്മൾ മനോരമ പത്രത്തിൽ കൊടുക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് കിട്ടും. അത് VD സതീശൻ കൊള്ളാം കേട്ടോ, പ്രചരണം അതേ രീതിയിൽ പോകും. VD സതീശൻ മോശമാകട്ടോ, അതാണ് ഞാൻ സാധാരണക്കാരെന്ന് പറഞ്ഞു. അവരെ ഇതിന് സമയമെടുക്കും. അല്ല, അതാണല്ലേ ഇപ്പം ഞാൻ അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാ ദിവസവും വൻ തിരക്കാണ്. മുമ്പ് എന്തായിരുന്നു? കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. മിനിസ്ട്രി കഴിഞ്ഞ 10 കൊല്ലത്തെ മിനിസ്ട്രി നമ്മുടെ പുരോഗമനത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു. ഏതാണ്ട് 11,000 കിലോമീറ്റർ റോഡ് ലൈനകത്ത് 8,000 റോഡ് ക്ലീനായി. ഈ ആരോഗ്യ മേഖലയിൽ ഈ പറഞ്ഞ മന്ത്രി പറയാതിരിക്കുന്നത് മുൻ മന്ത്രി ഉണ്ടായിരുന്നില്ല. അവരില്ലായിരുന്നെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ കുഴപ്പങ്ങൾ പറ്റിയില്ല. ഈ പറഞ്ഞ കത്രിക കടന്നെടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം ഏൽപ്പിച്ച് അവരുടെ അടുത്ത് മസിൽ പിടിക്കാതെ അവർക്ക് എന്തെങ്കിലും ഈ കൊടുത്തോ എന്തെങ്കിലും ജോലി കൊടുത്തായിരുന്നെങ്കിൽ ഇവര് ശരിക്കും പറഞ്ഞ സതീശൻ ചെയ്തെന്ന് പറഞ്ഞാൽ സതീശൻ അധികാരത്തിൽ വരുന്നതിന് പ്രധാന കാരണക്കാരിയായിട്ടുള്ള ഒരുത്തിയാ ഈ സ്ത്രീ. എന്ന് വെച്ചാൽ ഇവര് നിരന്തരം നിൽക്കുമല്ലേ. എന്റെ വയറ്റിൽ കത്രിക, ഒരു കൊല്ലം വയറ്റിൽ കത്രിക കിടന്നവർക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറയുമ്പം ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് അവരൊരു PR ആയിരുന്നു VD സതീശന്റെ. എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭരണം മാറുന്നതിന് കാരണമായി. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ മിനിസ്റ്റർമാർ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോയാൽ ദോഷമുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പേരും ഒക്കെ പോകുന്നതിന് നിമിഷ നേരം മതി. പ്രശ്നങ്ങൾ പറഞ്ഞ് ഇപ്പം കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളൊക്കെ നേരെ തിരിച്ച് അവർക്ക് യോഗ്യമാകുന്ന രീതിയിൽ അവർ സംസാരിക്കും. ഏതായാലും ഇപ്പോഴത്തെ കാര്യത്തിനകത്ത് സൗജന്യ പെരുമഴയാണ്, ഓക്കെയാണ്. നാളെ കാര്യം നമുക്ക് അന്നേരം സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.